ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഞങ്ങളൊരു നൈറ്റ് റൊട്ടീൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് 7-7:30 മണിയെല്ലാം നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ദാംദാനും അതും ഇവിടെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ അവരെ ഫുഡ് കൊടുക്കാൻ ഉമ്മാൻ്റെ കൊടുത്തിട്ടായിട്ട് ഞാൻ ബെഡെല്ലാം ഒന്ന് സെറ്റാക്കുന്നു. ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിട്ട് പുതിയ ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ എപ്പം ബെഡ്ഷീറ്റൊന്നും മാറ്റലില്ല. ഇതിപ്പോൾ ഇങ്ങനെ കച്ചറാക്കിയിട്ടുണ്ടായതുകൊണ്ട് ആ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റിയിട്ട് സെറ്റാക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ ആണല്ലില്ല. ബേബീസിൻ്റെ മൂഡ് പോലെ ഉണ്ടാവും. ചിലപ്പോൾ രണ്ടാൾക്ക് എച്ചലെല്ലാം ആയെങ്കിൽ ഇങ്ങനെ ചടപടയാക്കും. ബെഡെല്ലാം സെറ്റാക്കിയിട്ടായിട്ട് അതും ബേബിക്ക് എടുക്കാനുള്ള തൊട്ടിലെല്ലാം സെറ്റാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബേബീനെ കുളിപ്പിച്ചിട്ട് കിടത്താനുള്ള തുണിയും എന്നിട്ട് ഡയപ്പർ, പിന്നെ ക്രീം, ലോഷന്, ഡയപ്പർ ക്രീം എല്ലാം എടുത്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുളിപ്പിച്ചിട്ട് വന്നിട്ട് വേഗം എല്ലാം വെക്കാമല്ലോ. എല്ലാം ഓനൊക്കെ എച്ചലും വിളിയെല്ലാം എന്നിട്ടായിട്ട് ഇവിടെ ഓരെല്ലാം കളിച്ചിട്ടെല്ലാം അവിടെ നെത്തിയിട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം അതിനെല്ലാം ഞാൻ എടുത്തേക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ പോരിലുണ്ടാകുമ്പോൾ ഇങ്ങനെയല്ലോ, ഇനിയിപ്പോൾ ബസ്സിൻ്റെ അവിടെ പോയിട്ടാകുമ്പോൾ ഇങ്ങനെയല്ലായിരിക്കും. ഇങ്ങനെ നെത്തിയിട്ടിട്ടും കച്ചറാക്കിയിട്ട് കാണുമ്പോൾ വിചാരിക്കും എന്ത് കൊടുക്കണ്ടെന്ന്. പക്ഷെ ഓറും കളിക്കേണ്ട സമയമല്ല, ഇങ്ങനെ എല്ലാം ആക്കുന്ന സമയമല്ല. അതിനുണ്ട് പിന്നെ അതിലങ്ങനെ കൊടുക്കുന്നു. ഒരു ടോയ്സും ഒന്ന് ബുക്കും എന്തോ നേരം ഉണ്ടാവില്ല. എല്ലാം പൊളിച്ചിട്ടും കയറിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടാകുന്നവർ. അങ്ങനെ ആ പണി കഴിഞ്ഞിട്ടായിട്ട് എല്ലാം അടിച്ചിട്ട് എടുക്കുന്നുണ്ട്. കുറേ എല്ലാം കട്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാം അടിച്ചിട്ട് എടുക്കുന്നുണ്ട് ഞാൻ. എൻ്റെ ഇങ്ങനത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ അംദാനും ആദമും ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല സെറ്റായിട്ടുണ്ടാകുന്നു. എന്നിട്ട് ഞാൻ ആദമിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ഡയപ്പറും ക്രീമും അതെല്ലാം തേച്ചിട്ട് ക്രീമെല്ലാം തേക്കുന്ന ഒരു ടാസ്ക് തന്നെ. തേക്കാനും സമ്മതിക്കലില്ല. പിന്നെ അങ്ങനെ എല്ലാം ഇട്ടിട്ട് തേച്ചിട്ട് എടുക്കുന്നു. രണ്ടാൾക്കും ഞാൻ യൂസ് ആക്കുന്ന ഡയപ്പർ അഗ്ഗീസിൻ്റെ ഡയപ്പർ, പിന്നെ പാമ്പസിൻ്റെ ഡയപ്പർ. അത് മാറിയിട്ട് യൂസ് ആക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ ട്രൈ ആക്കിയിട്ടാകുമ്പോൾ ഒന്നെങ്കിൽ ലീക്കേജ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ റാഷസ് വരുന്നത്. അതിനോണ്ട് ഞാൻ അത് തന്നെ എപ്പോൾ യൂസ് ആക്കൽ. ആദ്യം ബേബിക്ക് ലോഷൻ, ക്രീം, ഫേസ് ക്രീം അതെല്ലാം ഞാൻ സെബാമെഡിൻ്റെ ഇപ്പോൾ യൂസ് ആക്കുന്നുള്ളത്. ഡയപ്പർ ക്രീം ഡെർമാഡ്യൂ ബ്രാൻഡിൻ്റെ യൂസ് ആക്കുന്നത്. പിന്നെ എനിക്ക് വിറ്റാമിൻ ഡി ഡ്രോപ്സ് എല്ലാം കൊടുത്തിട്ട് ഹെയർ സെറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഓന് ഉമ്മാൻ്റെ കൊടുത്തിട്ടായിട്ട് അംദാനെ ഞാൻ കുളിപ്പിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓനെ കുളിപ്പിച്ചിട്ട് കൊടുത്തിട്ടായിട്ട് അവൻ്റെ ഡ്രസ്സും പിന്നെ ഓനക്കുള്ള ക്രീമും ഡയപ്പറും അതെല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം അംദാന് ഞാൻ യൂസ് ആക്കുന്നത് അവിനോൻ്റെ പ്രോഡക്ട്സ്. മുന്നേ അംദാനും എല്ലാം സെബാമെഡിന് യൂസ് ആക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയെല്ലാം ആയിട്ടാകുമ്പോൾ ചെറിയൊരു ബ്രേക്ക് വന്നവന് ഇങ്ങനത്തെ ലോഷനും ക്രീമൊന്നും തേക്കാത്തല്ല. അങ്ങനെ എൻ്റെ സ്കിന്നെല്ലാം കുറച്ചൊരു ഇതായി. അപ്പോൾ ഞാൻ അവിനോൻ്റെ ഒന്ന് ട്രൈ ആക്കാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ എല്ലാം അവിനോൻ്റെ യൂസ് ആക്കുന്നുണ്ടത്. ഓനും അങ്ങനെ എപ്പം തേക്കാനൊന്നും സമ്മതിക്കൊന്നുമില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് എന്തെല്ലാം സോപ്പിട്ടിട്ട് ഓനും എല്ലാം തേക്കുന്നെല്ലാം ഉണ്ട്. പുറത്ത് ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചെറിയ ചൂടെല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ ഇനി ഉറങ്ങാതിരിക്കണ്ടെന്ന് വെച്ച് ഞാനിങ്ങനെ AC ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അംദാൻ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഓനെ ഫസ്റ്റ് ഉറക്കിയിട്ടായിട്ടാണ് അത് ബേബീനെ ഉറക്കാൻ. അങ്ങനെ ഞാൻ ഓന് ഉറക്കാൻ പോകുന്നുണ്ട്. അംദാൻ്റെ ശരീരത്തിലൊക്കെ എടുത്തിട്ട് ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് അങ്ങനെ ഓന് ഉറങ്ങിയിട്ടുണ്ട്. ഓന് ഉറങ്ങിയിട്ടായിട്ടാണ് ബേബീനെ ഉറക്കാൻ. അങ്ങനെ ഞാൻ ബേബീനെ തട്ടിയിട്ട് ബേബീനെ ഉറക്കുന്നുണ്ട്. ആദ്യം ബേബി ഉറങ്ങിയിട്ടായിട്ട് കുറേ ക്രീമും സാധനമെല്ലാം ഞാൻ എടുത്തേക്കുന്നുണ്ട്. കുറേ എല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാനൊന്ന് മോപ്പെടുത്തിട്ട് വന്നിട്ട് റൂമെല്ലാം ഒന്ന് തോർത്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് കുളിച്ച് പിന്നെ ഫുഡെല്ലാം കഴിച്ച് എന്നിട്ട് ആ വാട്ടർ ബോട്ടിലും പാലെല്ലാം എടുത്തിട്ട് ഞാൻ റൂമിലേക്ക് പോകുന്നുണ്ട്.
ഇഷ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ മസാല എല്ലാം എടുത്തിട്ട് നിസ്കരിക്കാൻ കഴിയുന്നത്. നിസ്കാരവും ഒത്തും വേർക്കലെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ എന്താ ഉമ്മക്ക് കുറച്ച് ചോളം കൊണ്ട് തന്നിട്ടുണ്ടായി, അതിന് തിന്നുന്നുണ്ട്. അതെല്ലാം തിന്നിട്ട് പാലെല്ലാം കുടിച്ചിട്ടെല്ലാമായിട്ട് ഞാൻ ബ്രഷ് ആക്കാൻ പോകുന്നുണ്ട്. ബ്രഷ് ആക്കിയിട്ടെല്ലാം വന്നിട്ടായിട്ട് ഹെയറെല്ലാം വാരിയിട്ട് നെയ്തിട്ടെല്ലാം ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടായിട്ട് എൻ്റെ സ്കിൻ കെയറിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഫേസ് വാഷും മോയ്സ്ചറൈസറും ലോഷനും എല്ലാം ഉണ്ട്. വന്നിട്ടായിട്ട് കുറച്ച് ഞാൻ ഫോണെല്ലാം നോക്കുന്നത്, പിന്നെ കിടന്നുറങ്ങുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.